ശ്രീ വേണു രാജാമണി, ചൈനയുമായുള്ള ബന്ധത്തിൻ്റെ ഒരു ചരിത്രം പരിശോധിച്ചാൽ അതിർത്തിയുടെ കാര്യത്തിൽ അവിശ്വസ്തത കൊണ്ട് എല്ലാ കാലത്തും അകറ്റി നിർത്തിയിരുന്ന അയൽവാസി എന്ന് നമുക്ക് ചൈനയെക്കുറിച്ച് പറയേണ്ടി വരും. ആ ഒരു നെറേറ്റീവ് മാറ്റാനുള്ള പുതിയ സാഹചര്യം രൂപപ്പെട്ടിട്ടുണ്ടോ? കാരണം നമുക്കറിയാം, പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ചൈനീസ് സന്ദർശനം നടത്തി തിരികെ വന്നപ്പോൾ അതിർത്തിയിൽ വെടിപൊട്ടിയ അനുഭവം ഇന്ത്യയെ സംബന്ധിച്ചുണ്ട്. അന്നു മുതൽ അകറ്റി നിർത്തുന്നതാണ് അയൽ രാജ്യമായിരുന്നിട്ടും ചൈനയെ. ആ അവിശ്വസ്തതയുടെ കാലം കഴിഞ്ഞോ? അമേരിക്കയുടെ ഈ തീരുവാപ്രഹരത്തിൽ കൈകോർത്ത് നിന്നുകൊണ്ട് പുതിയ ശക്തിയായി ചൈനയ്ക്കൊപ്പം നിൽക്കാൻ ഇന്ത്യ നീക്കങ്ങൾ തുടങ്ങി എന്നാണോ ഷാങ്ഹായ് ഉച്ചകോടിയിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഷാങ്ഹായ് ഉച്ചകോടി മീറ്റിങ്ങിനെ, അതിന്റെ പ്രാധാന്യത്തെ നമ്മൾ കൂട്ടിക്കാണരുത്, എക്സാജറേറ്റ് ചെയ്യരുത്. ചൈന എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഏറ്റവും വലിയ അയൽവാസിയാണ്. നമുക്ക് നമ്മുടെ സുഹൃത്തുക്കളെ വേണമെങ്കിൽ മാറ്റാം, എന്നാൽ അയൽവാസിയെ മാറ്റുവാൻ സാധിക്കില്ല. നമ്മുടെ ബന്ധങ്ങൾ നല്ലതായിരുന്നാലും മോശമായിരുന്നാലും അവരുടെ ചെയ്തികൾ നമുക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിലും നമ്മൾ എതിർക്കുന്നതാണെങ്കിലും എന്തായിരുന്നാലും നമ്മൾ ചൈനയോടൊപ്പം ജീവിച്ചേ പറ്റുള്ളൂ. അതുകൊണ്ട് ഇന്ത്യ ചൈന ബന്ധങ്ങൾ പരമാവധി നല്ല രീതിയിൽ മാനേജ് ചെയ്തെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇന്ത്യയുടെ ശ്രമം. ഈ ഉച്ചകോടി നടക്കുന്നതും അതിന്റെ സൈഡ് ലൈൻസിൽ പ്രൈം മിനിസ്റ്റർ മോദിയും പ്രസിഡന്റ് ഷിയും തമ്മിലുള്ള മീറ്റിംഗ് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതാണ്. എന്നാൽ അത് അമേരിക്കൻ ടാരിഫ്സിനുള്ള ഒരു മറുപടി ആയിട്ടല്ല, അതിന് ഇൻട്രിൻസിക് ആയിട്ട് ഗുണമുണ്ട്. ഇന്ത്യ ചൈന ബന്ധങ്ങൾ ഒരു നോർമലിസിയിലേക്ക് വരികയും അത് സ്റ്റേബിളായി തുടരുകയും അതിൽ ഒരു പ്രെഡിക്റ്റബിലിറ്റി കൊണ്ടുവന്ന് നമ്മുടെ അതിർത്തിയിൽ സംഘർഷങ്ങൾ ഇല്ലാതിരിക്കുക, ഇത്രയും വലിയൊരു സാമ്പത്തിക ശക്തിയായ ചൈനയിൽ നിന്നും ഇന്ത്യ പരമാവധി നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നെല്ലാം ഇന്ത്യയുടെ എന്നും നിലനിൽക്കുന്ന ലക്ഷ്യമാണ്. അതുകൊണ്ട് ഈ അറ്റ്മോസ്ഫെറിക്സിൽ ശരിയാണ്, ഈ US ടാരിഫ്സിന് ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചിട്ടുണ്ട്. എന്നാൽ അടിസ്ഥാനപരമായി ഇന്ത്യയും ചൈനയും നല്ല ബന്ധങ്ങൾ നിലനിർത്തേണ്ട രാജ്യങ്ങളാണ്. നമ്മൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കേണ്ടതാണ്. അതിനുവേണ്ടി പരമാവധി ശ്രമങ്ങൾ നമ്മൾ നടത്തണം. അമേരിക്കയോട് എന്ന പോലെ ചൈനയോടും നമ്മുടെ പോളിസി ഒന്ന് തന്നെയാണ്. നമ്മുടെ താല്പര്യങ്ങൾ എന്താണോ അതിൽ അടിയുറച്ച് നിൽക്കുക, അതിൽ വിട്ടുവീഴ്ച നടത്താതിരിക്കുക. അതേസമയം നമ്മൾക്ക് ചർച്ചയിലൂടെ പരിഹരിക്കാൻ സാധിക്കുന്ന വിഷയങ്ങളെല്ലാം പരിഹരിക്കുക. അല്ല, വേണുരാജാമണി സാർ, ഈ ചൈനയുമായുള്ള ഉച്ചകോടിയുടെ കാര്യത്തിൽ ഒരു അനാവശ്യമായ രീതിയിൽ അതിനെ പെരുപ്പിച്ച് കാണേണ്ടതില്ല, എക്സാജറേറ്റ് ചെയ്യേണ്ടതില്ല എന്ന് താങ്കൾ പറഞ്ഞു. അതോടൊപ്പം തന്നെ ഒരു ഫോർഗോൺ കൺക്ലൂഷനും ഈ കാര്യത്തിൽ നമുക്ക് ആവശ്യമില്ല എന്ന് താങ്കൾ പറഞ്ഞു. താങ്കൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് അത് വ്യക്തവുമാണ്. പക്ഷേ സാർ, ഇത്തരം പ്ലാറ്റ്ഫോമുകൾ, ഇപ്പോൾ ഷാങ്ഹായ് ഉച്ചകോടി പോലെയുള്ള പ്ലാറ്റ്ഫോമുകൾ സാധാരണ നിലയിൽ അമേരിക്ക അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ പാശ്ചാത്യ രാജ്യങ്ങൾ അവരുടെ താല്പര്യങ്ങൾ മാത്രം മുൻനിർത്തി നടത്തുന്ന ഏകപക്ഷീയമായ ഇടപെടലുകൾ, അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ബഹുധ്രുവ ലോകം സൃഷ്ടിക്കുക എന്നത് ഇത്തരത്തിലുള്ള പ്ലാറ്റ്ഫോമുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു കാര്യമാണല്ലോ. ഇപ്പോൾ ഉദാഹരണത്തിന് സാമ്പത്തികമായ കാര്യങ്ങളിൽ, സൈനികമായ കാര്യങ്ങളിൽ, രാഷ്ട്രീയമായ കാര്യങ്ങളിലൊക്കെ അമേരിക്ക വെച്ച് പുലർത്തുന്ന ആധിപത്യത്തിന് ഒരു ബദൽ സംവിധാനം, ഒരു ബദൽ കൂട്ടായ്മ രൂപപ്പെടുത്തുക എന്നത് ഇത്തരം ഉച്ചകോടിയിലൂടെ പുറത്തു വരേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട ആശയമല്ലേ? ഇപ്പോൾ ഉദാഹരണത്തിന് ഈ അംഗരാജ്യങ്ങൾക്കിടയിലുള്ള സാമ്പത്തിക സഹകരണം, വ്യാപാര സഹകരണം, ഇതൊക്കെ മെച്ചപ്പെടുത്തുക എന്ന് പറയുമ്പോൾ അമേരിക്കയുടെ താരിഫ് യുദ്ധത്തിനുള്ള മറുപടി ഇത്തരം ഉച്ചകോടിയിലൂടെ പുറത്തേക്ക് നൽകാൻ കഴിയും ഒരു സന്ദേശമായി എന്ന് കരുതുന്നതിൽ തെറ്റുണ്ടോ? അതിൽ എക്സാജറേഷൻ ഉണ്ടോ? നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതെല്ലാം തത്വത്തിൽ വളരെ നല്ലതാണ്. സ്റ്റേറ്റ്മെന്റ്സ് വായിക്കുമ്പോൾ വളരെയധികം ഭംഗിയുണ്ടാവും. എന്നാൽ ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷന്റെ യാഥാർത്ഥ്യം എന്താണ്? അതിനുള്ളിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തി ഒരു രാജ്യമാണ്, ചൈനയാണ്. ചൈന കഴിഞ്ഞാൽ വലിയ സാമ്പത്തിക ശക്തി എന്ന് പറയുന്നത് ഇന്ത്യയാണ്. മിലിറ്ററി രംഗത്ത് വലിയൊരു ശക്തി റഷ്യയാണ്. ഈ 3 രാജ്യങ്ങളാണ് ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യങ്ങൾ. ഈ 3 രാജ്യങ്ങളുടെയും സാഹചര്യം എടുത്തു നോക്കിയാൽ ഇവ 3 പേരോടും നമ്മൾ ചോദിച്ചാൽ ഏത് രാജ്യവുമായുള്ള ബന്ധങ്ങളാണ് നിങ്ങൾക്ക് ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ ചൈനയും റഷ്യയും പറയാൻ പോകുന്ന ഒരേ ഒരു ഉത്തരമാണ് അമേരിക്കയുമായിട്ടുള്ള ബന്ധങ്ങളാണ് ഏറ്റവും പ്രധാനം എന്നതാണ്. ഇവ രണ്ടുപേരും
ട്രംപുമായി നെഗോഷിയേറ്റ് ചെയ്ത് ഒരു ഒത്തുതീർപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ നടപടിയും ഇന്ത്യയുടെ പോളിസിയും അതുപോലെ തന്നെയാണ്. നമ്മൾ അമേരിക്കയെ ഒരു ശത്രുവാക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്ന് ട്രംപിന്റെ ചില തീരുമാനങ്ങൾ കാരണം നമുക്ക് വലിയൊരു സാമ്പത്തിക ആഘാതം ഏർപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അത് കാരണം അമേരിക്ക ബന്ധങ്ങൾ കംപ്ലീറ്റ് ആയിട്ടും ഇല്ലാതാക്കാൻ നമ്മൾ തയ്യാറല്ല. ട്രംപിനെയും അമേരിക്കയെയും നമ്മൾ താരതമ്യപ്പെടുത്തരുത്. ട്രംപ് 4 വർഷത്തേക്ക് വന്നിട്ടുള്ള ഒരു പ്രസിഡന്റ് ആണ്. അദ്ദേഹം പല ഫ്ലിപ്പ് ഫ്ലോപ്സും നടത്തിയിട്ടുണ്ട്. ഇന്ന് പറയുന്ന കാര്യവും നാളെ പറയുന്ന കാര്യവും ഒന്നല്ല. ഇന്ന് ഇന്ത്യക്കെതിരെ ഒരു നിലപാട് എടുത്തിട്ടുണ്ട്, എന്നാൽ നാളെ അത് മാറിക്കൂടായിക ഇല്ല. അതുകൊണ്ട് നമ്മൾ ചർച്ചകൾ അമേരിക്കയുമായി തുടരുന്നു. ആ ബന്ധങ്ങളെ ഒരു സ്റ്റേബിൾ നോർമൽ ലെവലിലേക്ക് കൊണ്ടെത്തിക്കാൻ ശ്രമിക്കുന്നു. ഈ ടാരിഫ്സ് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. അമേരിക്കയുമായി ഒരു ട്രേഡ് ഡീലിന് വേണ്ടി ശ്രമിക്കുന്നു. ഈ ശ്രമങ്ങളെല്ലാം തുടരുവാണ്. അതുപോലെ തന്നെയാണ് ചൈനയും സാമ്പത്തിക രംഗത്തും ടാരിഫ്സിനെ കുറിച്ചും എല്ലാം ഒരു ട്രേഡ് ഡീലിനെ കുറിച്ച് അമേരിക്ക ചർച്ച നടത്തുന്നു. റഷ്യയുടെ കാര്യത്താണെങ്കിൽ യുക്രൈൻ വിഷയമാണ് പ്രധാന ചർച്ചാ വിഷയം അമേരിക്കയുമായി. ഒരു വശത്ത് യുക്രൈൻ യുദ്ധത്തിന് എങ്ങനെ ഒരു അവസാനം കണ്ടെത്താൻ സാധിക്കും എന്നതിനെ കുറിച്ച് അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും റഷ്യയുമായി ചർച്ച ചെയ്യുന്നു. അതിനോടൊപ്പം റഷ്യ അമേരിക്ക ബന്ധവും ഒരു ഫ്രോസൺ സിറ്റുവേഷനിലായിരുന്നു ബൈഡന്റെ കാലഘട്ടത്തിൽ. അത് മാറ്റി വീണ്ടും ഒരു നോർമൽസിലേക്ക് വരാൻ വേണ്ടിയാണ് റഷ്യ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ഷാങ്ഹായ് ഉച്ചകോടിയെ പെരുപ്പിച്ച് കാണിക്കരുതെന്ന് തന്നെയാണ് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നത്. ഈ മീറ്റിംഗ് ഇവിടെ ഈ പ്രൈം മിനിസ്റ്റർ മോദിയുടെ വിസിറ്റിന്റെ പ്രാധാന്യം ചൈനീസ് പ്രസിഡന്റുമായിട്ടുള്ള മീറ്റിംഗ് ആണ്, പ്രസിഡന്റ് പുടിനുമായിട്ടുള്ള മീറ്റിംഗ് ആണ്. ഞാൻ ഒരു ചെറിയ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കട്ടെ. ഇന്ന് പാകിസ്ഥാൻ ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷന്റെ ഒരു അംഗമാണ്. ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ഉടലെടുത്തത് ഒരു ആന്റി ടെററിസം ഓർഗനൈസേഷൻ എന്ന നിലയിലാണ്, ഒരു ആന്റി എക്സ്ട്രീമിസം ഓർഗനൈസേഷൻ എന്ന നിലയിലാണ്. അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ, ഇപ്പോഴും താലിബാൻ ഭരിക്കുന്നു, അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാൻ ഉള്ളിൽ നിന്നും വരുന്ന ഭീകര പ്രവർത്തനങ്ങളെ തടയുകയും സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങൾക്കും ചൈനയുടെ ഷിൻജിയാങ് പ്രോവിൻസിനും റഷ്യയുടെ ചെച്ചനിയയ്ക്കും എല്ലാം എതിരെയുള്ള ഭീകര പ്രവർത്തനങ്ങൾ തടയാൻ വേണ്ടി ഉടലെടുത്ത ഒരു സംഘടനയാണ്. എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതിൽ പാകിസ്ഥാൻ അഡ്മിഷൻ കൊടുത്തതോടുകൂടി ഇന്ത്യയിലേക്ക് ടെററിസ്റ്റ് അയക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യം ആ സംഘടനയുടെ അംഗമായിരിക്കുകയാണ്. മാത്രമല്ല അതൊരു എല്ലാ തീരുമാനങ്ങളും കൺസെൻസസ് പ്രകാരം എടുക്കുന്നത് കൊണ്ട് എല്ലാ തീരുമാനങ്ങളിലും പാകിസ്ഥാൻ ഒരു വീറ്റോ ലഭിച്ചിരിക്കുകയാണ്. പാകിസ്ഥാൻ ഷാങ്ഹായ് കോഓപ്പറേഷന്റെ ഓർഗനൈസേഷന്റെ അംഗമാകുന്നതോടുകൂടി ഇന്ത്യക്ക് ആ സംഘടനയുടെ പ്രാധാന്യം കുറഞ്ഞു വരികയാണ്. ഇന്ത്യക്ക് ആ സംഘടനയെ കുറിച്ച് വലിയ പ്രതീക്ഷകളൊന്നും ഉണ്ടാകില്ല. നമുക്ക് ഈ അവസരം ഉപയോഗിച്ച് ചൈനയുമായുള്ള ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുക, നോർമലൈസ് ചെയ്യുക. റഷ്യയുമായി അല്ലെങ്കിൽ തന്നെ നല്ല ബന്ധങ്ങളുണ്ട്, അത് കൂടുതൽ ശക്തിപ്പെടുത്തുക. മറ്റ് സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങളുമായി എല്ലാം ചർച്ചകൾ നടത്തുക എന്ന ചുരുങ്ങിയ ലക്ഷ്യങ്ങൾ മാത്രമേ നമുക്കുള്ളൂ. ഇതിൽ നിന്നും വലിയൊരു ലോകമാറ്റം ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയില്ല.